ഹായ്, നമസ്തേ, വെൽക്കം ടു ട്രിവാൻഡ്രം ജംഗ്ഷൻ. ഞാൻ ദീപ. ഇന്ന് ഞാൻ കേരളത്തിലെ പ്രശസ്തമായ ശിവക്ഷേത്രമായ ചെങ്കൽ മഹാദേവ ക്ഷേത്രത്തിലാണ് പോകുന്നത്. അപ്പോൾ അവിടുത്തെ വിശേഷം കണ്ടിട്ട് വരൂ. അങ്ങനെ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് ഞാൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരെ ശ്രീകോവിലിനകത്തേക്ക് കയറാനായിട്ട് പോവുകയാണ്. അപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകര താലൂക്കിൽ ചെങ്കൽ ഗ്രാമപഞ്ചായത്തിൽ പുറ്ററയ്ക്കൽ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ് ചെങ്കൽ മഹേശ്വര ശിവപാർവതി ക്ഷേത്രം. ക്ഷേത്രത്തിൻ്റെ മുൻവശത്ത് 2 ഗജവീരന്മാരുടെ 2 സ്റ്റേച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കണ്ട് ഞാൻ നന്ദിസ്വാമിയെ വണങ്ങിയാണ് അകത്തേക്ക് പ്രവേശിച്ചത്. ഒരേ പീഠത്തിലിരിക്കുന്ന ശിവനും പാർവതിയുമാണ് ഇവിടത്തെ പ്രധാന പ്രതിഷ്ഠ. ശ്രീകോവിലിനകത്ത് ഉപദേവതകളായി ഗണപതിയും സുബ്രഹ്മണ്യനും ഉള്ളതുകൊണ്ട് തന്നെ ഒരു കുടുംബക്ഷേത്രമായി കാണാം. അതുമാത്രമല്ല, ശ്രീകോവിലിന് ചുറ്റും 12 ജ്യോതിർലിംഗങ്ങളുടെയും മാതൃകകൾ ഇവിടെയുണ്ട്. കൂടാതെ അയ്യപ്പൻ, നവഗ്രഹങ്ങൾ, നാഗദൈവങ്ങൾ എന്നീ ഉപദേവതകൾ പുറത്തായിട്ടുണ്ട്. കൂടാതെ 32 ഗണപതി രൂപങ്ങളുടെയും പ്രതിഷ്ഠയുണ്ട്. പിന്നെ ഗംഗാജലം നിറഞ്ഞു നിൽക്കുന്ന കിണറും ഇവിടെ കാണാം. മഹാബലിപുരത്ത് നിന്നും കൊണ്ടുവന്ന ശിലകളിലാണ് ഇവയെല്ലാം നിർമ്മിക്കപ്പെട്ടത്. ക്ഷേത്രത്തിന്റെ അടുത്ത് വടക്ക് ഭാഗത്താണ് ശിവലിംഗം സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രത്തിന്റെ അധിപതിയായ സ്വാമി മഹേശ്വരാനന്ദ സരസ്വതിയും സംഘവും രാജ്യത്തെ പ്രധാന ശിവക്ഷേത്രം സന്ദർശിച്ചിട്ടാണ് ഇവിടെ ക്ഷേത്രം നിർമ്മിച്ചത്. ലോകത്തിലെ ഏറ്റവും വലിയ ശിവലിംഗം സ്ഥിതി ചെയ്യുന്നത് ആസാമിലെ നാഗോണിൽ സ്ഥിതി ചെയ്യുന്ന മഹാമൃത്യുഞ്ജയ ക്ഷേത്രത്തിലാണ്. അവിടെ 126 ഫീറ്റാണ് ക്ഷേത്രത്തിന് ഉള്ളത്. ഉയരത്തിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ശിവലിംഗം സ്ഥിതി ചെയ്യുന്നത് ചെങ്കൽ ശിവപാർവതി ക്ഷേത്രത്തിലാണ്. 111.2 അടി ഉയരവും വരുന്ന ഈ ശിവലിംഗത്തിനകത്ത് 7 നിലകളും അവയിൽ ഓരോന്നിലായി നിരവധി ദേവപ്രതിഷ്ഠകളും കാണാം. ഏറ്റവും താഴെയുള്ള നിലയിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള ശിവലിംഗത്തിൽ ഭക്തർക്ക് സ്വയം പൂജകൾ നടത്താനുള്ള സൗകര്യവുമുണ്ട്. ശിവന് വിഗ്രഹപ്രതിഷ്ഠയുള്ള അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. പുറമെ നിന്നും വെറുതെ നോക്കി നിന്നു പോകാമെന്ന രീതിയിലല്ല ശിവലിംഗം നിർമ്മിച്ചിരിക്കുന്നത്. ഇതിനുള്ളിൽ കൂടി കയറി പോകാനുള്ള പ്രത്യേക രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഒരാൾക്ക് 150 രൂപയാണ് ചാർജ് ഈടാക്കുന്നത്. ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ശിവലിംഗത്തിൽ പൂജകൾ നടത്തി അകത്തേക്ക് കയറാവുന്നതാണ്. മനുഷ്യ ശരീരത്തിലെ 6 വ്യത്യസ്ത ചക്രങ്ങളെ ആധാരമാക്കി നിർമ്മിച്ച 6 ചക്രങ്ങളും 6 ധ്യാനമുറികളും ഈ ശിവലിംഗത്തിനകത്ത് ഉണ്ട്. 6 ചക്രങ്ങളും ധ്യാനമുറികളും കഴിഞ്ഞ് എത്തുന്ന സ്ഥലത്തെയാണ് കൈലാസം എന്ന് വിളിക്കുന്നത്. അവിടെ ഭഗവാന്റെയും ഭഗവതിയുടെയും വിഗ്രഹങ്ങൾ കാണാം. അവിടെ നിന്നും നേരെ പോകുന്നത് വൈകുണ്ഠത്തിലേക്കാണ്. അതായത് ഹനുമാൻ സ്വാമി ശിവലിംഗത്തിനെ താങ്ങി നിൽക്കുന്ന പാതയിലൂടെ കയറി വേണം വൈകുണ്ഠത്തിലേക്ക് എത്താൻ. അവിടെയും നിരവധി പ്രതിഷ്ഠകളെ കാണാം. അതുവഴിയാണ് താഴേക്ക് ഇറങ്ങേണ്ടത്. അങ്ങനെ ഭഗവാന്റെ ദർശനം കഴിഞ്ഞ് ഞാൻ താഴേക്ക് ഇറങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബായ്.